ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു എഡിറ്റിംഗ് റിലേറ്റഡ് കണ്ടന്റുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണായിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുന്നേ ഇനിയും ഇതുപോലത്തെ കണ്ടന്റ് റിലേറ്റഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഒന്നുകൂടെ അർജു ടെക്ട്രോണിക്സ് എഡിറ്റിംഗ് പാർട്ട് 1 സ്വാഗതം. അപ്പോൾ അതിനായി ആദ്യം ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് ആ വീഡിയോ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം, ഈ ഒരു ഫീച്ചർ എല്ലാ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻസിലും അവൈലബിൾ ആയിട്ടുള്ളതല്ല. ക്യാപ്കട്ട് പ്രോയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതും ക്യാപ്കട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻസിൽ മാത്രമേ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ റീലൈറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ തിരിച്ച് 3 ഫീച്ചേഴ്സ് കാണാൻ കഴിയും. ആ 3 ഫീച്ചേഴ്സിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എഫക്ട്സ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതുമാണ്. ഫേഷ്യൽ, ആംബിയൻ, ക്രിയേറ്റീവ് അങ്ങനെ 3 സെക്ഷൻസ് കണക്കാക്കിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിൽ ഫേഷ്യലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ റിലേറ്റഡ് കണക്കാക്കി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ആംബിയൻ്റ് ആൻഡ് ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കണക്കാക്കി ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് അനിമേറ്റ് ചെയ്യാവുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുവാൻ വേണ്ടി നിയോൺ ബൈ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ 2 ലൈൻ കാണാൻ കഴിയും. അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്കിങ്ങനെ ലൈറ്റ് 1, ലൈറ്റ് 2, ടൈപ്പ്, കളർ, ഇൻറ്റൻസിറ്റി, റേഡിയസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഓൺ ക്രിയേഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ ലൈറ്റ് 1 സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഡയറക്ഷണൽ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ഡയറക്ഷണൽ സെലക്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ കളർ വരേണ്ടത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി, റേഡിയസ്, ഡിസ്റ്റൻസ് അങ്ങനത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വേണമെന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ലൈറ്റ് 1 ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ലൈറ്റ്സ് നമ്മളെ ഫേസിൽ അടിക്കാതെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് 2 സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ലൈറ്റ് 1 ചെയ്തതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ കഴിയും ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റീലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ക്യാപ്കട്ടിൻ്റെ പ്രോ വെർഷൻസ് മാത്രമേ എനേബിൾ ആയിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്യാപ്കട്ടിൻ്റെ പ്രോ വെർഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ക്യാപ്കട്ടിൻ്റെ പ്രോ വെർഷൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സിമ്പിളായി ചേഞ്ച് ആകുന്നതാണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക. അതുമാത്രമല്ല വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.